അയാൾ അങ്ങനെ രാധിക വരണം കൂടിയിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ പത്മിനിയും പരമേശ്വരനും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബർത്ത്ഡേയുടെ ആ ഒരു ചെറുക്കനും അവൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള വേറൊരു ചെറുക്കനും കൂടിയിട്ട് അങ്ങ് ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രാധിക വരണം കൂടിയിട്ട് അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണ്. കാരണം അവർ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനമായിട്ട് അവർക്ക് കൊടുക്കേണ്ട പായസം വിളമ്പണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാധിക അങ്ങ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാധിക ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിലെ എല്ലാ ഗ്ലാസ്സിലേക്കും കുറച്ച് പായസമൊക്കെ ഒഴിക്കുകയാണ്. എന്നിട്ട് ഈ വരുണിനോട് പറയുന്നുണ്ട്, വരുൺ നീ അവിടെ പോയിട്ട് ആർക്കെങ്കിലും സാമ്പാർ എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ച് നോക്ക്, ഞാൻ എന്തായാലും ഇതൊക്കെ വിളമ്പിയിട്ട് ഇപ്പോൾ വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചന്ദ്രിക അങ്ങനെ കുറച്ച് പേടിയോടെ അങ്ങ് നോക്കി നിൽക്കുകയാണ്. ഇനിയാണ് ആ ഒരു അപകടം വരാൻ പോകുന്നത് എന്നുള്ള നല്ല ധാരണയിലാണ് എന്തായാലും ചന്ദ്രിക അതൊക്കെ അങ്ങനെ നോക്കി നിൽക്കുന്നത്. പക്ഷേ ചന്ദ്രികയ്ക്ക് ചെറിയൊരു റിഗ്രറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അത് ചെയ്യണ്ടായിരുന്നു എന്നുള്ള ഒരു മട്ടിലൊക്കെയാണ് എന്തായാലും ചന്ദ്രിക അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ ഈ രാധിക ആ ഒരു കപ്പിലുള്ള പായസം എല്ലാവർക്കും അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ സേറയും ചന്ദ്രശേഖരനും അപ്പുറത്തിരുന്ന് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം വിളമ്പുന്നതിൻ്റെ ഇടയിൽ ഈ സേറ പോയിട്ട് നേരെ ഈ രാധികയുടെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ്. ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അങ്ങ് പോകുന്ന സമയത്ത് രാധികയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഈ സേറയുടെ സാരിയിലേക്ക് കുറച്ച് പായസം അങ്ങ് ആവുകയാണ്. കാരണം സേറ പിറകിലൂടെ അങ്ങ് വരുന്നത് രാധിക കാണുന്നില്ല. അവളങ്ങ് തിരിയുന്ന സമയത്ത് നേരെ സാരിക്ക് അങ്ങ് ഒഴുകുകയാണ് കുറച്ച് പായസം. അപ്പോൾ അതങ്ങ് കണ്ടിട്ട് ഈ സേറക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ ഈ സേറ ഈ രാധികയുടെ കവളിൽ ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. നീ എന്താണ് ഈ കാണിച്ചത്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഭയങ്കരമായിട്ട് അങ്ങ് ബഹളം വെക്കുകയാണ്. അപ്പോൾ ആ അടി കൊള്ളുന്ന സമയത്ത് തന്നെ വരുണിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. കാരണം രാധികനെ അവരങ്ങ് കൊണ്ട് അങ്ങ് മുഖത്ത് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഈ രാധികയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഹേയ് ഇങ്ങനെയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവന് സേറയുടെ ആ കലിപ്പ് മൊത്തം അങ്ങ് തീർക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സേറ ആ ജെയിംസിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ജെയിംസാ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പണിക്ക് വിളിച്ചിട്ട് മര്യാദക്ക് ജോലി ചെയ്യാൻ അറിയാത്തവന്മാരൊക്കെ പണിക്ക് വിളിച്ചാൽ ഈ നാട് തന്നെ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജെയിംസിനോട് ഇവരെ പറ്റി അങ്ങ് ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ വരുൺ ഇവരോട് അങ്ങ് കാര്യത്തിൽ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് രാധിക അവനെ അങ്ങ് പിടിച്ചു വെക്കുന്നുണ്ട്. വരുൺ വേണ്ട, മിണ്ടണ്ട, നമ്മളിവിടെ ജോലിക്ക് വന്നല്ലേ, നമ്മളിവിടെ ബഹളം വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുണിനെ പിടിച്ച് അവൾ നേരെ പുറത്തേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ജെയിംസിനോട് ഇങ്ങനെ ഇവളിങ്ങനെ പറയുന്നുണ്ട്, ഇതുപോലെയുള്ളവരൊക്കെയാണ് ജോലിക്ക് വെക്കുന്നത്, ആദ്യം വേണ്ടത് ഒരു പങ്ക്ച്വാലിറ്റിയാണ്, മര്യാദക്ക് ജോലി എടുക്കാൻ അറിയണം, അല്ലാത്തവന്മാരൊക്കെ ഇങ്ങനെ ജോലിക്ക് വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ബഹളം വെച്ചിട്ട് അങ്ങ് ആ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ പരമേശ്വരനും പത്മിനിക്കും പിന്നെ ഭക്ഷണം കഴിക്കാൻ തന്നെ തോന്നുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരെ മുന്നിലിട്ട് അങ്ങ് ഇൻസൾട്ട് ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണ്ട, നമ്മുടെ മക്കളെയാണ് അവരെ എല്ലാവരുടെ മുന്നിലിട്ട് അങ്ങ് ഇൻസൾട്ട് ചെയ്തത്, ഇനി ഇവിടുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കണ്ട, മതിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ പായസം കുടിക്കാതെ രണ്ടുപേരും അങ്ങ് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ഈ സേറ അങ്ങനെ സൈഡിലേക്ക് അങ്ങ് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാതെ അങ്ങ് എണീറ്റ് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ഇരുന്ന ആ രണ്ട് പിള്ളേർ അവരതൊന്നും ശ്രദ്ധിക്കാതെ ഭയങ്കര ചിരിയും സംസാരമൊക്കെ ആയിട്ട് ആ ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനം പായസം അങ്ങ് കുടിക്കുകയാണ്. അപ്പോൾ ഇവർ പായസം കുടിക്കുന്നതൊക്കെ ഈ ചന്ദ്രികയെ നന്നായിട്ട് നോക്കി കാണുന്നുണ്ട്. അവർ ഭയങ്കര പേടിയോടെ അങ്ങ് നിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ സേറയുടെ മുഖത്ത് ഭയങ്കരമായിട്ടൊരു സന്തോഷം വരികയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള നല്ല ധാരണയിലാണ് ഈ സേറ അങ്ങ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്നിട്ട് ചന്ദ്രശേഖരനോട് സേറ പറയുന്നുണ്ട്, ഇനി എന്താ സംഭവിക്കുക എന്നൊക്കെ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചും ഈ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് പേർക്കും ഭയങ്കര ദേഹാസ്വസ്ഥ അങ്ങ് വരികയാണ്. അപ്പോൾ അവർക്ക് അങ്ങ് ഛർദിയും എന്തൊക്കെയോ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ അവരങ്ങ് വൊമിറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അവിടെ എല്ലാ ആളുകളും അങ്ങ് ഓടിക്കൂടുകയാണ്. എന്ത് പറ്റി മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി അങ്ങ് ഓടിക്കൂടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ വരുണും രാധയും പുറത്താണ്. അപ്പോൾ വരുണും രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ നമ്മളങ്ങനെ ബഹളം വെക്കൊന്നും വേണ്ട, ഇതിവിടെ നമ്മൾ ജോലിക്ക് വന്നതാണ്, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നമ്മൾ ഷൗട്ട് ചെയ്യും, അതുകൊണ്ട് അതൊക്കെ നമ്മൾ ക്ഷമിച്ച് കേൾക്കണം, നമ്മുടെ ജോലിയല്ലേ, അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അകത്ത് ബഹളം നടക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഈ വരുന്ന രാധികം വേഗം ഓടിപ്പോയി അങ്ങ് നോക്കുകയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ രണ്ട് പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഛർദിയും ദേഹാസ്വസ്ഥവും വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന രാധികം കുടിച്ച് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, അല്ല എന്നാലും എന്തായിരിക്കും ഈ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ രാധിക വരുണിനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, അതൊക്കെ എന്താണെന്ന് പിന്നെ നമുക്ക് നോക്കാം, ആദ്യം നമുക്ക് കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നൊക്കെ അങ്ങനെ പറയണേ.
അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഇവിടെ കാറുണ്ട്, ആ ഡ്രൈവറോട് അങ്ങ് കാറിൽ അങ്ങ് പറഞ്ഞയച്ചാൽ മതി, എൻ്റെ കാറുണ്ട് അത് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ഈ ജെയിംസിനോട് അങ്ങ് പറയാണ്. അപ്പോൾ ജെയിംസിന് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് അവർ രണ്ടുപേരും പെട്ടെന്ന് അങ്ങ് ഹോസ്പിറ്റലിൽ എത്തിക്കാണ്. അപ്പോൾ എന്നാലും എന്താ ഈ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ പറയുന്നതുണ്ട്, അത് ഫുഡ് പോയ്സൺ അടിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോൾ രാധികം വരണു അങ്ങ് ഞെട്ടുന്നുണ്ട്, അല്ല ഫുഡ് പോയ്സൺ അടിക്കാൻ എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സേറ പറയുന്നുണ്ട്, ഇവരെ ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം കലർത്തി കാണും എന്നിട്ട് ആളുകൾക്ക് കൊടുക്കുന്നത്, എന്തായാലും ഭക്ഷണം കഴിക്കാതെ ഇത്രയും വലിയൊരു ദുരന്തമാണ് ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ എരുതിയിൽ എന്തായാലും സേറ അങ്ങ് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ജെയിംസിന് നേരെ ഇവരുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, എൻ്റെ മകനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സന്തോഷിച്ചിരുന്ന ദിവസമാണ്, എല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടി നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. അപ്പോൾ ഇവർ കാരണമാണ് ഇതാണ് സംഭവിച്ചതെന്നൊക്കെ അവിടെ ഉള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിന് പറയുന്നുണ്ട്, അതിന് ഞങ്ങളെന്താ ചെയ്തത്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇതെന്ത് സംഭവിച്ചതെന്ന് അന്വേഷിക്കല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ സേറ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളെ ഫുഡിൽ നിന്ന് ഭക്ഷണത്തിൽ വിഷം ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്, നിങ്ങളെന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടാകും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഇയാളും കൂടിയിട്ട് അവരെ അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. അപ്പം പിന്നെ വരുണിനും അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ വരുണ് അറിയുന്നുണ്ട്, എന്തായാലും കൊച്ചിനെ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഈ സേറ പറയുന്നുണ്ട്, നിങ്ങളെന്തായാലും എത്തിക്കണ്ട, നിങ്ങൾ ഇനി അവരുടെ കൂടെ പോകുന്നു വേണ്ട, നിങ്ങളെ ഭക്ഷണത്തിൽ നിന്നാണ് ഇവർക്ക് വിഷബാധ സംഭവിച്ചത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരുടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ അങ്ങ് പോയി അവിടെ നിന്ന് അങ്ങ് മുങ്ങുക, അല്ലെങ്കിൽ തിരിച്ചു വരാതെ നിങ്ങൾക്ക് ചെയ്താൽ ആര് കാണാനാണ്, ആർക്കാ ഉറപ്പ് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇവിടുന്ന് പോകണ്ട, എന്തായാലും പോലീസിൽ കേസാക്കട്ടെ, പോലീസിന് വിളിച്ച് പറയാം, CI വരട്ടെ, എന്നിട്ട് കേസ് അന്വേഷിക്കട്ടെ, അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അവരെ അങ്ങ് കുറ്റപ്പെടുത്താണ്. പ്രത്യേകിച്ച് സേറ അങ്ങ് കുറ്റപ്പെടുത്തുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ട് ഇവരങ്ങ് കുറ്റപ്പെടുത്താണ്. ആ സമയത്ത് നമ്മുടെ പരമേശ്വരൻ പറയുന്നുണ്ട്, അല്ല ഇവരെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് അന്വേഷിക്കണ്ടേ, എന്നിട്ട് പോരെ ഈ കുറ്റപ്പെടുത്തൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടീനെയൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് പുറത്ത് പോലീസിൻ്റെ ജീപ്പ് അങ്ങ് വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങ് പുറത്തിറങ്ങുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങ് നോക്കി കാണുകയാണ്. അപ്പോൾ ഈ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി ഇറങ്ങുമ്പോഴാണ് അവർ കാണുന്നത് അതാ പഴയ ചന്ദ്രപ്രതാപൻ എന്ന് പറയുന്ന ആ CI ആയിരിക്കും അവിടുന്ന് അങ്ങ് വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ പിന്നെ വരുണിൻ്റെ രാധയൊക്കെ ഏകദേശം തീരുമാനമായി എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. കാരണം ഇയാൾ അയാളുടെ പക എന്തായാലും വീട്ടാൻ പോവുകയാണ്, നമ്മളെ തന്നെ കുടുങ്ങിയിരിക്കുകയാണ് എന്നുള്ള ാണ് എന്തായാലും വരുണും രാധികയും ഇയാളെ കാണുമ്പോൾ അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ ഇയാൾ നേരെ അങ്ങ് വന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അതാ ജെയിംസൺ ഉണ്ട് അടുത്ത്. അപ്പോൾ ജെയിംസൺ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ CIക്ക്, അത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ പരിപാടിയായിരുന്നു ഇവിടെ, പക്ഷേ ഭക്ഷണത്തിൽ നിന്ന് എന്തോ വിഷം കലർന്നതാണെന്ന് തോന്നുന്നു, അവന് ഭയങ്കര ദേഹാസ്വസ്ഥമൊക്കെ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ CI ചോദിക്കുന്നുണ്ട്, അല്ല ഭക്ഷണത്തിൻ്റെ ആൾക്കാരാരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ജെയിംസിനും വരുണിനും രാധികനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാ അവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജെയിംസ് നേരെ തിരിഞ്ഞ് ഇവരുടെ അടുത്തേക്ക് അങ്ങ് പോവാണ്. എന്നിട്ട് ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളാണോ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് ഈ ചന്ദ്രപ്രതാപൻ അങ്ങ് കാര്യത്തിലേക്ക് അങ്ങ് കിടക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ വിചാരം എന്താ, നിങ്ങളുടെ ഒരിക്കലും ഇനി എൻ്റെ ഈ ശരീരത്തിലേക്ക് ഈ ഒരു യൂണിഫോം കയറില്ല എന്നങ്ങ് തീരുമാനിച്ചിരുന്നോ, എന്തായാലും ആ തീരുമാനം തെറ്റായിരുന്നു, എൻ്റെ ശരീരത്തിലേക്ക് ഈ ഒരു യൂണിഫോം കയറിയതിന് എന്തെങ്കിലുമൊക്കെ ഇനിയും എനിക്ക് ചെയ്യാനുണ്ട് എന്നല്ല അർത്ഥം, എന്തായാലും നിങ്ങളെന്താ വിചാരിച്ചത്, ഞാൻ ഒരിക്കലും ഇനി യൂണിഫോം ഇടില്ല എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നല്ലേ, എന്തായാലും ഈ നാട്ടിലുള്ള നല്ല നിയമങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകണമെന്ന് വിചാരിക്കുന്ന രണ്ടാളുകളല്ലേ ഇത്, അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അങ്ങ് അന്വേഷിക്കണം, കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല തെറ്റി വന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രപ്രതാപൻ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സേറ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, സർ ഇവരുടെ ഫുഡിൽ നിന്നാണ് വിഷബാധ ഏറ്റത്, ഇവർ മനഃപൂർവ്വം എല്ലാവർക്കും വിഷം കൊടുത്ത് എല്ലാവരും കൊല്ലാനുള്ള പ്ലാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ CI എല്ലാവരോടും കൂടി പറയുന്നുണ്ട്, എന്തായാലും ഇവർ രണ്ടുപേരും ഞങ്ങളങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, ഇനി ആ ഫുഡ് സാമ്പിൾ എല്ലാം പരിശോധിച്ചിട്ട് അത് ലാബിലേക്ക് അയക്ക്, എന്തെങ്കിലുമൊക്കെ വിഷാംശം അതിലുണ്ടോ എന്നൊക്കെ അറിയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുണിനെ അങ്ങ് പിടിക്കുന്ന സമയത്ത് വരുണ ഒറ്റ തട്ടങ്ങ് തട്ടാണ് ആ പോലീസുകാരെ മൊത്തം. അപ്പോൾ ഈ ചന്ദ്രപ്രതാപന് വീണ്ടും അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നീ എന്താണ് പോലീസിൻ്റെ മുഖത്ത് കൈ വെക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ വീണ്ടും അങ്ങ് ബലമായിട്ട് അങ്ങ് പിടിച്ചങ്ങ് കൊണ്ടുപോകുക, നീയും നടക്കുക എന്നൊക്കെ രാധികനോടും പറഞ്ഞിട്ട് അവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നിങ്ങളെ വിടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും അങ്ങ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പരമേശ്വരൻ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര ടെൻഷനായിട്ട് അങ്ങ് പറയുന്നുണ്ട് ഈ CIനോട്, സർ ആദ്യം ഇവർ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കണ്ടേ, അവിടെയാണ് പിഴച്ചത്, ആർക്കാണ് പിഴച്ചതെന്നൊക്കെ അന്വേഷിച്ചിട്ടല്ല അറസ്റ്റൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ ഭക്ഷണത്തിലല്ലേ വിഷബാധ ഉണ്ടായത്, അത് പിന്നെ ഇവർ കാരണമല്ലേ, എന്തായാലും നാട് നന്നാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളല്ലേ, ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ ആദ്യം തന്നെ അന്വേഷിക്കണ്ടേ, എന്തായാലും അന്വേഷണം മുന്നോട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകണം. അപ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, സർ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നാൽ അവർ
മാന്യമായിട്ട് കൂടുതൽ ലാഭമൊന്നും എടുക്കാതെ വിറ്റ് നടക്കുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്ന് അവരുടെ ബിസിനസ് മൊത്തം താളം തെറ്റി എല്ലാം ഇല്ലാതാകില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനല്ലേ. അപ്പോൾ ഈ CI പറയുന്നുണ്ട്, അത് തന്നെയല്ല വേണ്ടത്, ഇതുപോലെയുള്ളവന്മാരൊക്കെ ഭക്ഷണത്തിൽ വിഷം കലർത്തി ആളുകളെയൊക്കെ കൊല്ലാനും ഞാൻ അനുവദിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതെന്തായാലും നടക്കില്ല, അത് തന്നെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകുകയാണ്. അപ്പോൾ അവർ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഈ പരമേശ്വരനും പത്മിനിയും അവിടെ ഇരുന്ന് അങ്ങ് പൊട്ടി കരയുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സാർക്കും ചന്ദ്രശേഖരനും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ സാറ് ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, പതുക്കെ പറയുന്നുണ്ട്, എന്തായാലും ഈ നമ്മുടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയോടെ കഴിഞ്ഞ് എന്ത് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ അവരോട് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ ബുദ്ധി സൂപ്പർ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ അങ്ങ് പുകഴ്ത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ CI ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആറ്റുവാശ്ശേരിക്ക് തെളിവെടുപ്പിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഈ ദേവനും യശോദയും അതുപോലെ തന്നെ ജയഭാരതി മുത്തശ്ശിയൊക്കെ ടെൻഷനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ ഇവർ രണ്ടുപേരും ദേവനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, മോനെ വിളിച്ചിട്ട് പറഞ്ഞത് എന്ത് സദ്യ വിളമ്പുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി, എന്തായാലും ഞങ്ങൾ പിന്നീട് വിളിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കിയിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് വ്യക്തമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ വീടിൻ്റെ മുറ്റത്ത് അങ്ങ് നിൽക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു CIയും ടീമും കൂടിയിട്ട് ഈ വീട്ടിലേക്ക് അങ്ങ് കയറി വരുന്നത്. അപ്പോൾ കയറി വന്ന് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരെ അങ്ങ് പുറത്തേക്ക് അങ്ങ് തെളിവെടുപ്പിന് അങ്ങ് കൊണ്ടുവരികയാണ്. കൂടെ ആണെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഫുഡ് സേഫ്റ്റിയുടെ ആളുകളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരോട് ഇങ്ങനെ ഈ CI പറയുന്നുണ്ട്, എന്തായാലും കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കി അവിടെയുള്ള ഈ അന്തരീക്ഷമൊക്കെ എങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഇവർ രാധികയും കൂടിയിട്ട് അങ്ങനെ അവിടെ കിച്ചണൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ ഫുള്ള് ചെക്ക് ചെയ്ത് വന്നതിന് ശേഷം ഈ ഉദ്യോഗസ്ഥരിങ്ങനെ ഈ CIനോട് പറയുന്നുണ്ട്, അതെ കിച്ചണൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്, എന്തായാലും അവിടെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ CI പറയുന്നുണ്ട്, എന്തായാലും ഫുഡിൽ എന്താ വിഷം കലർന്നിട്ടുണ്ട്, അപ്പം ആ ഒരു കാര്യത്തിൽ ഈ കേസ് എന്തായാലും മുന്നോട്ട് പോകട്ടെ, ഫുഡിൽ വിഷം കലർന്ന് കൊല്ലാൻ നിന്നതാണ് ഇവർ എന്നൊക്കെ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ സംഭവം നടത്തിയത്, എന്തായാലും ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ഈ CI ഇവരോടങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഓക്കെ അങ്ങനെ നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ CIനോട് നമ്മുടെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ സാറേ എൻ്റെ മക്കൾ എന്തായാലും അങ്ങനെ ചെയ്യില്ല, കാരണം അവരെന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ട് ഉണ്ടാക്കിയ ഒരു ബിസിനസ്സാണിത്, അവരൊരുപാട് കഷ്ടപ്പെട്ട് ഉറക്കം ഒഴിച്ച് ഉണ്ടാക്കുന്ന ഈ ബിസിനസ്സിൽ അവരെങ്ങനെ വിഷം കലർത്തുമോ, ആ വിഷം എന്ന് പറയുന്നത് അവർ കലർത്തുന്നത് ദൈവത്തിലല്ല, ദൈവമാണ് ഞങ്ങളുടെ ഭക്ഷണം, അപ്പം ദൈവത്തിൽ അവർ വിഷം കലർത്തൂല എന്ന് ഉറപ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഈ CI ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെ തിന്നിട്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ ദേഹാസ്വസ്ഥത ഉണ്ടായത്, ഫുഡ് പോയ്സൺ അടിച്ചത് എന്നൊക്കെ പറയേണ്ടി വരികയല്ലോ, ഭക്ഷണം ദൈവമാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശിനെ അയാളങ്ങ് കളിയാക്കി വിടുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും കേസ് അന്വേഷിക്കട്ടെ, ഞങ്ങളിവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഈ ദേവന് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ലാഭം എടുക്കാത്ത തുച്ഛമായ ലാഭത്തിൽ തുടങ്ങിയൊരു ബിസിനസ്സാണ്, അതിങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവദിക്കുമോ, ഞങ്ങളതിൽ വിഷം കലർത്തില്ലെന്നല്ലോ ഉറപ്പല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ CI അവരൊന്നും മൈൻഡ് ചെയ്യാതെ ഇവരെ അങ്ങ് അറസ്റ്റ് ചെയ്ത് വീണ്ടും അങ്ങ് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് ഈ ചന്ദ്രികയും അവരുടെ കൂടെ അവരുടെ മോളും പിന്നെ വേറൊരു സ്ത്രീയും കൂടിയിട്ട് ഓട്ടോയിൽ അങ്ങ് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോയിൽ വന്ന് പെട്ടെന്ന് തന്നെ ഈ പോലീസുകാരനോട് പറയുന്നുണ്ട്, സാറേ അറസ്റ്റ് ചെയ്യേണ്ട, ആ ഒരു വിഷം കലർത്തിയത് ഞാനാണ് എന്നുള്ളൊരു കുറ്റം അങ്ങ് പറയാണ്. ഇവരങ്ങ് കുറ്റസമ്മതം നടത്തുകയാണ്, അത് ഈ CIയുടെ മുന്നിൽ വെച്ച്. അപ്പോൾ എല്ലാവരും ഷോക്കായിട്ട് അങ്ങ് നിൽക്കുകയാണ്. എന്തായാലും ചന്ദ്രിക അങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ വരുണും രാധികയും കൂടിയിട്ട് ആ ജെയിംസിൻ്റെ അടുത്തേക്ക് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജെയിംസൺ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും ഏത് കോടതി കയറി ഇറങ്ങാനും ഞാൻ തയ്യാറാണ്, നിങ്ങൾ കേസിൻ്റെ പിന്നാലെ പോയിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ജെയിംസനും ഇവരെ കൂടെ അങ്ങ് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി സേറക്കുള്ള അടുത്ത പണിയായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷേ ആ CI എന്ന് പറയുന്നത് ഈ ചന്ദ്രപ്രതാപനായതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും അവരുടെ തലേന്ന് ആ ഒരു കേസ് അങ്ങ് മാറി കിട്ടിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. മാത്രമല്ല ഈ സേറയും ചന്ദ്രശേഖരനും കൂടിയിട്ട് ഇങ്ങനെ ഈ കണിമംഗലത്ത് നിന്നിങ്ങനെ പറയുന്നുണ്ട്, ഇനി അവർ രണ്ടുപേർക്കും ഏതെങ്കിലും മാവിൻ്റെ കൊമ്പിൽ കെട്ടി തൂങ്ങി ചാകുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്മിനി അങ്ങോട്ടങ്ങ് വന്നിട്ട് ഇങ്ങനെ അവളോട് അങ്ങ് ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട്, നിർത്തടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി പത്മിനി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവളോട് പ്രതികരിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.